മാതൃതുല്യാണ് സോണിയാഗാന്ധി. ഞാൻ എന്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം, ഞങ്ങൾക്ക് മാതൃതുല്യാണ്, അമ്മയ്ക്ക് സമാനമാണ് ഞങ്ങളുടെ. സർ, അവരോട് അവരുടെ വീട് റെയ്ഡ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം. അവരുടെ വീട്ടിൽ ആണ് ശബരിമലയിലെ മോഷ്ടിച്ച സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നൊരു മന്ത്രി ഈ നിയമസഭയിൽ പറയാൻ, സർ, ഞങ്ങൾക്ക് വേദനയുണ്ടായി, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. സർ, ഞാൻ ആദ്യം എന്താ ചെയ്തത്? ആ മന്ത്രിക്കെതിരായി പോയി സംസാരിക്കുകയാണോ ചെയ്തത്? ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ചില മന്ത്രിമാര് അതിന്റെ കൂടെ കൂടി. ഇദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് ശബരിമലയിലെ സ്വർണമാണ് എന്ന് വരെ അവരെ അധിക്ഷേപിച്ചു. അവർ 80 വയസ്സായ സ്ത്രീയാണ്, അവരെ അധിക്ഷേപിച്ചു. സർ, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ, അവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ, അവരാരാണ് സാർ? എന്നിട്ട് ഞാൻ പുറത്തുപോയി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. മാപ്പ് പറയണം, അതാണ് ആദ്യം പറഞ്ഞത്. മാപ്പ് പറയണമെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു മോശമാകും പറഞ്ഞില്ല. സർ, രണ്ടാമത് ഞാൻ അങ്ങേക്ക് എഴുതി തന്നു, അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളെ കുറിച്ച്, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ പാവം സ്ത്രീയെ കുറിച്ച് ഇത്രയും പ്രബുദ്ധമായ ഒരു നിയമസഭയിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു, എഴുതി മാറ്റിയില്ല, ഒരു നടപടി അങ്ങ് സ്വീകരിച്ചില്ല. സർ, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾ അതിന് മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം, ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു, കുറച്ചുകൂടി കടന്നു പറഞ്ഞു. സത്യമാണ്. അദ്ദേഹം ഇവിടെ ഡെസ്കിൽ കയറി നിന്നും ഇവിടുത്തെ ഈ നിയമസഭ അലങ്കോലപ്പെടുത്തിയ ഒരാൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. സത്യമാണ്. ഞാൻ ആ പ്രസ്താവന 100% പിൻവലിക്കാൻ തയ്യാറാണ്. ഓൺ വൺ കണ്ടീഷൻ ഞാൻ പിൻവലിക്കാം. ഓൺ വൺ കണ്ടീഷൻ. പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെ കുറിച്ച് ഈ നിയമസഭയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഏറ്റവും ഹീനമായ ആ പ്രസ്താവന പിൻവലിച്ചാൽ ഞാൻ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി എന്റെ പ്രസ്താവന പിൻവലിക്കാം.